ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് കറക്കമുള്ള ദിവസമാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണ കാര്യങ്ങൾ നോക്കിക്കോളൂ. ഇത് ബ്യൂട്ടി വ്ളോഗാണെന്ന് ചോദിച്ചാലല്ല, പക്ഷെ കുറച്ച് സെൽഫ് കെയർ ഡേ ആണ്. സെൽഫ് കെയർ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നുള്ളൂ. ഇതിപ്പോൾ ഓയിലാണ്. ഈ ഓയിലെന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ എണ്ണയുടെ ബാക്കിയാണ്. വെന്ത വെളിച്ചെണ്ണ അത് പറയില്ലേ, വെർജിൻ കോക്കനട്ട് ഓയിൽ. നമ്മൾ തേങ്ങാപ്പാൽ വെറ്റിച്ചുണ്ടാക്കുന്ന ഓയിലാണ്, പ്യുവർ. അത് വെച്ചൊരു നല്ല മസാജ്. എന്നിട്ട് ഇവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം, ലാഫ് ലൈൻസ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇങ്ങനെ ലാഫ് ലൈൻ വരില്ലേ, അപ്പോൾ അത് മാറ്റണം. പിന്നെന്താ, കണ്ണിൻ്റെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് സർക്കുലർ മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ മുഖത്ത് എണ്ണ പിടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ കാണിച്ചതൊക്കെ ചെയ്യുന്നതായിട്ട്. ഓക്കെ. അനിക്കുട്ടി ജോലിയിലാണ്. ബൊട്ടീക്കിലേക്ക് വേണ്ട കുറച്ച് പുതിയ കളക്ഷൻസിൻ്റെ കുറച്ച് സാമ്പിൾ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം കടയിലാണ് അല്ലേ അനു? കുറച്ച് നല്ല കുറച്ച് കളക്ഷൻസ്. ഇത് ഓണം സ്പെഷ്യൽ സാരീസ്, സെറ്റ് സാരി അല്ലേ പറയുന്നത്, കേരള സാരീസ്, അങ്ങനത്തെ കുറേ കളക്ഷൻ. ഇതൊക്കെ ഇങ്ങനെ പെയിൻറ്റിങ് ഉള്ള ഈ ഫ്ലോറൽ, അങ്ങനെ പല ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ വേറെയും കുറേ ഉണ്ട്. അതെല്ലാം ഷോപ്പിലാണ്. ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോകണം. ഇപ്പോൾ ആനുക്കുട്ടി ഇവിടെ ഇങ്ങനെ രാവിലെ ഇത് വന്ന ഉടനെ ഒന്ന് സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ജസ്റ്റ് നല്ല ഭംഗി കേട്ടോ. ഇത് പിങ്ക് റോസ്, ബ്യൂട്ടിഫുൾ. ഇതിൽ റോസും അതെ, എനിക്ക് ഇഷ്ടമായി നല്ല. പിന്നെ ഇതുണ്ട്, ചെമ്പരത്തിയുടെ ഒരു ഇതുണ്ട്, പിന്നെ തെറ്റിപ്പൂവിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. കൊള്ളാം, നൈസ് കളക്ഷൻ. ബാക്കി കുറേ അല്ലാത്ത കാര്യങ്ങളില്ലേ. കൂടുതലും ഇപ്രാവശ്യം സാരീസ്, അപ്പോൾ ഇത് സാരീസാണ് അല്ലേ, സെറ്റ് സാരീസാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് വെബ്സൈറ്റിൽ പോയി കാണാൻ പറ്റില്ലേ? ഓക്കെ, എല്ലാം വെബ്സൈറ്റ്. ഇപ്പോൾ എല്ലാം കൂടുതലും വെബ്സൈറ്റിലാണ് അപ്ഡേറ്റ്സ് ഒക്കെ. കൊള്ളാം കൊള്ളാം, നൈസ് നൈസ് കളക്ഷൻ. ഇതൊക്കെയാണ് പുതിയ പരിപാടികൾ, ന്യൂ അപ്ഡേറ്റ്സ്. ഓണം സ്പെഷ്യൽ ഇതൊന്നും അല്ല. ഓണം സ്പെഷ്യൽ ഒരുപാടുണ്ട് അതിൽ. ഇത് അതിലൊരു ചെറിയ ഭാഗം മാത്രം. ഓക്കെ, ഞാനിതിങ്ങനെ നടന്നു പോയപ്പോൾ അനു ഇതിങ്ങനെ സോർട്ട് ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ കോൺട്രാസ്റ്റ് ഷെയ്ഡ്സ് വരുന്ന ബ്ലൗസ് പീസസ്. ഇതിപ്പോ പ്രിന്റഡ് ആയതുകൊണ്ട് ഇതിന് പ്ലെയിൻ ബ്ലൗസ് പീസസ് ആയിരിക്കും കൂടുതൽ സൂട്ട് ആയി. അതുകൊണ്ട് ഇതിന് വേണ്ട അല്ലേ? ഇതിന് വേണ്ട. വലിയ റണ്ണിങ് ബ്ലൗസും ഉണ്ട്. ഇതിനകത്ത് തന്നെ ബ്ലൗസ് ഉണ്ട്. ഇതിൽ റണ്ണിങ് ബ്ലൗസ് ഉണ്ട് വരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് ചിലവർക്ക് സെറ്റ് സാരിയുടെ സെയിം ബ്ലൗസ് ഇടുന്നതായിരിക്കും താല്പര്യം, സെയിം കളറെല്ലാം വരുന്നത്. പക്ഷെ ഇതിപ്പോ നമ്മൾ ഒരു അഡീഷണൽ ബ്ലൗസ് പീസും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നിങ്ങളൊന്ന് സ്റ്റിച്ച്ഡ് ബ്ലൗസസ് വേണമെങ്കിൽ കൊടുക്കുന്നുണ്ട്. അത് എല്ലാം വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിങ്ക് റോസ് രണ്ട് ഷെയ്ഡ് ഉണ്ട്. ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് ബോർഡേഴ്സിൽ. കറക്റ്റ്, പെറ്റലിന്റെ ബോർഡർ. അതെ അതെ അതെ, ഡാർക്ക് ഷെയ്ഡ് എടുത്താൽ മതി മതി മതി. ഭയങ്കര ഒരു ഭംഗിയുള്ള കളക്ഷൻ, നൈസ്. ഈ ഒരു എന്താ ഫ്ലോറൽ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എല്ലാം കൊള്ളാം. എങ്കിലും ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് നോക്കിയപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് താമരയാണോ? ഓക്കെ, ഓ താമര. അത് ബോട്ടം പാർട്ടിൽ ഇങ്ങനെ വരും. ഓക്കെ, വെരി നൈസ്. നമ്മുടെ ലോഗോയിൽ തന്നെ ലോട്ടസ് ആണ്. ലോഗോ ഇസ് ലോട്ടസ്. കളക്ഷൻസ് ഉണ്ട്. ഓക്കെ, കൊള്ളാം കൊള്ളാം, നൈസ് നൈസ്. മനുവിൻ്റെ ജോലി നടക്കട്ടെ. ഓക്കെ, ഓയിലൊക്കെ നന്നായിട്ട് പിടിച്ചു. ഇനി ഇതിൽ എഗ് വൈറ്റ് ആൻഡ് അരിപ്പൊടിയാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട്. എല്ലാ ദിവസവും എഗ് വൈറ്റ് മുഖത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ, നമ്മുടെ സ്കിന്നൊക്കെ നല്ലതായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ടും പോസ് എല്ലാം ക്ലോസ് ചെയ്യാനും നല്ലതാണ്, ഓപ്പൺ പോസ്. പിന്നെ എന്താ പറയുക, സ്കിന്ന് നല്ല ഫേം ആകും, ഒരു ലൂസായി പോകാണ്ട്. ഒരു ആൻറ്റി ഏജിങ് ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. അതിൽ എഗ് വൈറ്റ് മാത്രം വേണമെങ്കിലും തേക്കാം, നാരങ്ങ നീര് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിപ്പോൾ അരിപ്പൊടി. കണ്ണിൻ്റെ അടിഭാഗത്ത് കൂടി ചേർക്കാം. ഞാൻ എന്തായാലും ഇതിന് കുളിക്കാൻ പോവാണ്.
ഓക്കെ, ഇതൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങാനുള്ള വെയിറ്റ്. അപ്പോൾ നല്ല സ്ട്രെച്ച് ആവും. ഇങ്ങനെ വലിയുമ്പോൾ ദാറ്റ് മീൻസ് സ്കിൻ ഇങ്ങനെ ടൈറ്റ് ഉണ്ടാകും. ചുളുക്ക് പോലെ വരുന്നുണ്ടോ? ഇതെന്താ അറിയോ? എഗ് വൈറ്റ് ഇങ്ങനെ ടൈറ്റ് ആവുന്നതാണ്. നമ്മുടെ സ്കിൻ ഇങ്ങനെ ടൈറ്റ് ആക്കിക്കൊണ്ടേയിരിക്കും. ഇതാണ് വേണ്ടത്. നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റ് ഉണ്ടാകും. ആൻറ്റി ഏജിങ് ആണ്, ചുളുകളൊന്നും വരില്ല. എല്ലാ ദിവസവും ഇത് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യം. അരിപ്പൊടി എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണല്ലോ. കൊറിയൻ സൗന്ദര്യത്തിൻ്റെ രഹസ്യം റൈസ് വാട്ടർ എല്ലാം റൈസ് ബേസ്ഡാണ്. റൈസിൻ്റെ ക്വാളിറ്റീസ് ഞാൻ പറയാണ്ട് തന്നെ ഞാൻ തന്നെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്. ഇപ്പോൾ എല്ലാവർക്കും റൈസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി ചേർത്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഗുണം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഏതാണ്ട് ഉണങ്ങാറായി, ടൈറ്റായി തുടങ്ങി. ഞാനൊന്ന് വാഷ് ചെയ്ത് ഞാൻ കുളിച്ച് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് പരിപാടിയുണ്ട്. ചെറിയൊരു ഓണം ഷോപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉച്ച കഴിഞ്ഞായിരിക്കും പോകുന്നത്. ചിലപ്പോൾ വൈകുന്നേരം ആവും, പറയാൻ പറ്റില്ല. എൻ്റെ ഇവിടുത്തെ തിരക്ക് അത്രത്തോളം ഉണ്ട്. എന്നിട്ട് അതായത് നമ്മുടെ സെറ്റ് മുണ്ടും ഷോപ്പിംഗാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതായത് ടൈറ്റൻഡ് ആവും, കുറച്ച് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആകും. നല്ലൊരു ക്ലെൻസിങ് ആണ്. പോസൊക്കെ ഓപ്പൺ ആയിട്ടുള്ളവർക്ക് അത് കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓപ്പൺ പോസ് ഇല്ല, പക്ഷേ നല്ലതായിട്ട് സെറ്റായി കിട്ടും. കുറച്ചൊരു ടാനൊക്കെ മാറും. എല്ലാ രീതിയിലും നല്ലത്. ഓക്കെ, ഇനി കുളിക്കാൻ പോയി. അങ്ങനെ ഡ്രസ്സ് ചെയ്തിറങ്ങുന്നു. ഇപ്പം നമ്മൾ ബാലരാമപുരത്ത് പോവാണ്. നമ്മുടെ ഓണം സെറ്റുമുണ്ട് ഷോപ്പിംഗ്. ഓക്കെ, ആ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ബാക്കി പരിപാടികളെല്ലാം ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുന്നോട്ട് ആക്ച്വലി അനുകുട്ടിയുടെ അതിൽ കുറേ കളക്ഷൻ ഉണ്ട്. പക്ഷേ കൂടുതലും സെറ്റ് മുണ്ടല്ല, 2 പീസ് അല്ല, സിംഗിൾസ് സെറ്റ് സാരീസാണ്. ഞാൻ കൂടുതലും എടുക്കുന്നത് സെറ്റ് മുണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ സാരീസ് ഒക്കെ ഉണ്ടാവും, പക്ഷേ അനുകുട്ടിയുടെ നല്ല കളക്ഷനാണ്. സാരി എടുക്കുന്നെങ്കിൽ അവിടെ നിന്ന് കൂടി എടുക്കാം. നമസ്കാരം. വലിയ തിരക്കില്ലാത്ത സമയം നോക്കി വന്നാണ്. ആണോ? ഭാഗ്യമല്ലേ, ഇപ്പൊ കറക്റ്റ് സമയത്ത് മേടിച്ചു കഴിഞ്ഞോ എല്ലാരും അല്ലേ? ഞാൻ ഇപ്രാവശ്യം താമസിച്ചു. അതാണ് അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. നമ്മുടെ സ്ഥിരം പർച്ചേസ് അതെല്ലാം ശരിയായി. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യത്തെ കളക്ഷനിലേക്ക് കയറുന്നു. ഇത് കസമില്ലാത്ത പ്രിന്റഡ്. ഓക്കെ. ഇതൊക്കെ എന്താ വിലയും കൂടെ പറഞ്ഞോളൂ. 570. ഇത് വിത്തൗട്ട് ഡിസ്കൗണ്ട് അല്ലേ? അത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഡിസ്കൗണ്ട് വരുമല്ലോ. 20% എല്ലാവർക്കും കിട്ടും ആ ഡിസ്കൗണ്ട്. 570 115 രൂപ കുറയും. ഓക്കെ, ഇത് ജെറി വിത്ത് പ്രിന്റ്. ഇതിന്റെ വില എന്നാ? 675. ആഫ്റ്റർ ഡിസ്കൗണ്ട് 540. നല്ല കളർ, ഒരു ഓറഞ്ച് റെഡ് അല്ലേ, കസവും താമരയായിട്ട്. ഇതൊക്കെ എന്താ വില? 1245. 1000 രൂപയ്ക്കെല്ലാം കിട്ടും ആഫ്റ്റർ ഡിസ്കൗണ്ട്. ഇന്നിപ്പോ 2 പേരും ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നോണ്ട് എന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മാതൃകാ ദമ്പതികളാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങളെ കാണുമ്പോൾ. ഭയങ്കര 2 പേരും കൂടി ചേർന്നിട്ടാണ് എപ്പോഴും ഇവിടെ ഒന്നിച്ചാണ് ഇന്ന് ബിസിനസ് ഒക്കെ ചെയ്യുന്നത്. വീട് ഇവിടെ തന്നെ, ബാക്കിലും ഫ്രണ്ടില്ല. ഇത് ബാക്കിലോട്ട് വീട്, ഓപ്പോസിറ്റ് കുടുംബ വീടല്ലേ? ഓക്കെ, അത് ശരി. അപ്പുറം ഇപ്പം കല്യാണം കഴിച്ചോണ്ട് എന്ത് സൗകര്യമായി. പൈസ കൊടുക്കണ്ടാതെ. ത്രെഡ് വർക്ക് പ്രിന്റ് പോലെ അല്ലേ? പ്രിന്റ്. ഓക്കെ, കണ്ടു കഴിഞ്ഞാൽ ത്രെഡ് വർക്ക് ആണെന്ന് തോന്നും. ദിസ് ഇസ് നൈസ് കേട്ടോ, ലൈറ്റ് ഒരു. ഇതൊക്കെ എന്താ വില? 500 രൂപയ്ക്കെല്ലാം കിട്ടും. ഓക്കെ, പിന്നെ ഇത് ഫ്ലോറൽ, ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. പൂവിന്റെ ഡിസൈൻ വന്നിട്ട് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഓറഞ്ച് ആൻഡ് ഗ്രീൻ
ഇതൊക്കെ കൊള്ളാലോ, നല്ല ഭംഗി കേട്ടോ. ദാറ്റ് ഈസ് 500 താഴെ വരുള്ളൂ അല്ലേ വില? 400 സംതിങ്ങിൽ, 470 അങ്ങനെയൊക്കെ വരുമായിരിക്കും. ഇത് കൊള്ളാം കേട്ടോ. ഇത് രണ്ടും മാറ്റണേ. ഓക്കെ, ഇത് രണ്ടും എനിക്കിഷ്ടമായി. കാണുമ്പോൾ എല്ലാം അപ്പം മാറ്റി പോകാം അല്ലേ. ഇത് കഥകളി ടെമ്പിൾ ആൻഡ് കഥകളി. ഓക്കെ, വിത്ത് ഇങ്ങനെ ഈ സംഗതികളും ഉണ്ട്. അതിനെന്താ പറയുന്നത്? അയ്യോ മറന്നുപോയല്ലോ. കുഞ്ചലം. ഇതിനെന്താ വില? ആഫ്റ്റർ ഡിസ്കൗണ്ട് 610 വരും. ഓക്കെ. ഈ ഡിസ്കൗണ്ട് എനിക്കുള്ള ഡിസ്കൗണ്ട് അല്ല, ഇത് എല്ലാവർക്കും ഉള്ള ഡിസ്കൗണ്ടാണ്. 20% ഡിസ്കൗണ്ട്. ഇതിപ്പോൾ തിരക്ക് കുറഞ്ഞ സമയം ആയതുകൊണ്ട് വിശാലമായിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടട്ടെ. അപ്പോഴാണ് ഞാൻ വരുന്നത്. ഇത് സിമ്പിൾ അല്ലേ? സിമ്പിൾ പ്രിന്റ്. ഇതൊക്കെ എന്താ വില? 540. 500 കുറയുമല്ലോ, പിന്നെ 430 ആവുള്ളൂ. ഇവിടെ ഗ്രൂപ്പായിട്ടൊക്കെ ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ട് അല്ലേ, യൂണിഫോം ആയിട്ട്. എന്താ വെച്ചാൽ ഗ്രൂപ്പ് ചില സ്ഥാപനങ്ങളിൽ എല്ലാവരും ഒരുപോലെ ഓണാഘോഷത്തിന് ആണല്ലേ. ഓക്കെ, ഗ്രൂപ്പായിട്ട്. പിന്നെ അതുപോലെ തിരുവാതിരക്കൊക്കെ സ്പെഷ്യൽ ഓണം സെലിബ്രേഷൻ അല്ലെ. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരു 50 പേർക്ക് 30 പേർക്കൊക്കെ ഇങ്ങനെ. ആണോ? ബോംബെയിൽ എത്ര ഓർഡർ കൊണ്ടുപോയി പോയാ? ഫ്ലൈറ്റിൽ കയറി പോയാ? എനിക്ക് വയ്യ. പിന്നെ എങ്ങനെയൊന്ന് മുതലാകും? അതെ, നല്ല. എത്ര പേർക്കായിരുന്നു അത്? 75. ഓക്കെ, വലിയ തിരുവാതിര. ഓക്കെ, എല്ലാം ഉണ്ടായിരുന്നു. ഓ, പാവടയും ബ്ലൗസും ഒക്കെ ഇവിടെ ഉണ്ടോ? പാവടയും ബ്ലൗസും ഉണ്ടോ നിങ്ങൾക്ക്? മെറ്റീരിയൽ ആയിട്ടുണ്ട്. ഓക്കെ, ധാവണിയോ? റെഡിമെയ്ഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതും ഉണ്ട്. ഫൈൻ. പ്രിന്റ് അത് ഇതിന്റെ വേറെ ടൈപ്പ്. ഇതൊക്കെ 400 എത്രയാ പറഞ്ഞത്? 430 വരും ആഫ്റ്റർ ഡിസ്കൗണ്ട്. ഇതെല്ലാം ഇങ്ങനത്തെ ടൈപ്പ് പ്രിന്റ്. ഇത് നോക്കിയൊരു ഇലയുടെ സിമ്പിൾ ആയിട്ടുള്ള. നല്ലതായിരിക്കും പ്രായമായ. അതെ. ഇതൊരു സ്പെഷ്യൽ ഗ്രീൻ അല്ലേ. നൈസ്. ഓക്കെ, കരയിലും പ്രിന്റ് വരുന്നുണ്ടോ? അതിന്റെ വേറൊരു കളർ. അത് തന്നെ, അതിന്റെ തന്നെ ഒരു മസ്റ്റേർഡിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു ഡാർക്ക് ഷെയ്ഡ്. ഇതൊക്കെ 750 എന്ന് പറയുമ്പോൾ ഏകദേശം 600 രൂപയൊക്കെ ആകും. അങ്ങനെ എല്ലാത്തിലും ഒരു 20% കുറയും. കോഫി ബ്രൗൺ, ബ്ലാക്ക്, ഓറഞ്ച്, റെഡ്, ബ്ലൂ. യെസ്, ഇത് ഓക്കെ. ഈ പാറ്റേൺ ഇതിനെന്താ പറയുന്നത്? ഗോപുരം, ടെമ്പിളും കസവില്ലാത്ത ടെമ്പിള്. ഓക്കെ, അത് കൊള്ളാം കേട്ടോ, ഭംഗിയുണ്ട്. അതിന് തന്നെ പല കളേഴ്സ്. ഞാൻ കൂടുതലും ബ്രൈറ്റിലേക്കാണല്ലോ സാധാരണ എടുത്തത്. 675 അല്ലേ. ഓക്കെ, അപ്പോൾ 540 ആകും ആഫ്റ്റർ. സാരി ഉണ്ട്. സാരിക്ക് ഇതേ മെറ്റീരിയൽ ആണോ? അത് തന്നെ. ക്ലോത്ത് ഇസ് ഡിഫറെന്റ്. ഒരു ഹാൻഡ്ലൂം അല്ല, കുറച്ചൊരു അല്ലേ സിന്തറ്റിക് മിക്സ്. സ്ട്രോങ് ഉണ്ട്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സെറ്റ് മുണ്ടാണെങ്കിലും ഇതിൻ്റെ തന്നെ സാരീസും വരുന്നുണ്ട്. സോഫ്റ്റാണ് മെറ്റീരിയൽ, കുറച്ച് സോഫ്റ്റാണ്, മറ്റതുപോലെയല്ല. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോഴത്തെ പുതിയ സ്റ്റൈലാണ്. സാരീസിൽ ഇറങ്ങുന്നുണ്ട്. സെറ്റ് മുണ്ടല്ലോ, പിങ്ക് ഷെയ്ഡ്. അത് നല്ല ഭംഗി. ഹാഫ് ആൻഡ് ഹാഫ്. ഓക്കെ, ഗോൾഡൻ ഒന്ന് ഫുള്ളാക്കി. ഇതിപ്പോ ഒരു പുതിയ പാറ്റേൺ ആണ് കേട്ടോ. ഇങ്ങനെ ഇതിന്റെ തന്നെ സാരീസും വരുന്നുണ്ട്. സെറ്റ് സാരി. സിൽവറും ഉണ്ടോ അതേപോലെ? ഓ, നോക്കട്ടെ. സിൽവറില് മസ്റ്റേർഡ് ഉള്ള പോലെയൊക്കെ. ഓക്കെ, ഇതൊക്കെ എന്താ വില? 645. അപ്പോൾ 520 ആകും ആഫ്റ്റർ ഡിസ്കൗണ്ട്. ഓ, ഇത് സിൽവറും ഓറഞ്ചും കൂടി വരുന്ന ഡബിൾ. ഇത് ഗോൾഡൻ, ഇത് സിൽവർ. നൈസ്. ഡിമാൻഡ് അല്ലേ? ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടം. ലാസ്റ്റ് ടൈം ഒക്കെ ഞാൻ മേടിച്ചല്ലോ. അത് കുറച്ചുകൂടെ വലിയ വട്ടമായിരുന്നു. അതെ, അതിന്. ഓക്കെ, 520, 530 ആവും. ഈ പച്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാണ്ട് മേടിച്ചോണ്ടേ ഇരിക്കും. ഇത് നല്ലതാട്ടോ, പച്ചയും മസ്റ്റേർഡും. നൈസ് കോമ്പിനേഷൻ. ഇത് സാധാരണ സിമ്പിൾ വൺ. ഇതിനെന്താ വില? 685. മറ്റേ 540 ആകും. ഓക്കെ, ഇത് നല്ലതാണ്. ഡിഫറെന്റ് കോമ്പിനേഷൻ. ഇഷ്ടം. സിമ്പിൾ ആയിട്ടുള്ള. കൊള്ളാലോ. ഇത് പുതിയ വെറൈറ്റി ആണല്ലോ.
ഇതിൻ്റെ കോപ്പർ അല്ലേ? ഓ നൈസ്, കോപ്പർ കസവിൻ്റെ അതല്ലേ, ലൈനും ഉണ്ട് പ്രിൻറ്റും ഉണ്ട്, കോപ്പർ ആണ് അതിൻ്റെ. ഇത് ടിഷ്യൂ ഒന്നുമല്ലോ, സാധാരണ ഹാൻഡ്ലൂം തന്നെയാണ്, അപ്പം അതുകൊണ്ട് കുറച്ച് സ്ട്രോങ് ആയിരിക്കും. ഇത് 1050, പക്ഷേ 840 കൊടുക്കുന്നത്. ഓക്കെ, ആ നൈസ്. സെറ്റ് മുണ്ടും വാങ്ങിക്കാൻ വന്ന ഞാൻ ഇനി അവസാനം കോട്ടൺ സാരി കൂടെ മേടിച്ചിട്ട് പോകണം. ആ ഇതെല്ലാം ഒരേ കളറല്ലേ? ആണോ? ബ്ലാക്ക് ഉണ്ട്. ഓ അതിൽ ഏറ്റവും നല്ലത് ഏതാ അപ്പോ? ഐ ആം കൺഫ്യൂസ്ഡ്. ഇപ്പം ഞാൻ കൺഫ്യൂഷനിലായി. എനിക്ക് തോന്നുന്നു ഗ്രീൻ ആണ് നല്ലത് അല്ലേ? എനിക്ക് തോന്നുന്നു, എൻ്റെ തോന്നലാണ്. ഇതും നല്ല, ബ്ലാക്കും നല്ലതാണ്. $640 ഡിസ്കൗണ്ട് വരുമ്പോൾ അതിലും കുറയില്ലേ? 520, പക്ഷെ കൊള്ളാം കേട്ടോ. സിൽവർ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ. ഇതിപ്പോഴത്തെ ഒരു മൂവിങ് കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് സിൽവറും ഉണ്ട്, സെറ്റുമുണ്ടും ഉണ്ട്, സാരിയുണ്ട്, സിൽവറും ഉണ്ട്, ഗോൾഡൻ ഇതും ഉണ്ട്, പല കളേഴ്സ്. സോ ദിസ് ഇസ് മൈ പിക്ക്. ചെയ്യുന്ന മെറ്റീരിയൽ വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. സോഫ്റ്റർ ആണ്, കോട്ടൺ മിക്സ് ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതേ ഉടുത്ത് തീർന്നിട്ടില്ല, കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴും. അതുകൊണ്ട് ഞാൻ കുറച്ചാണ് ഇപ്രാവശ്യം വാങ്ങിക്കാൻ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്. ഈ ബ്ലാക്ക് ഉണ്ട് കേട്ടോ, അതങ്ങോട്ട് വെച്ചു. തെയ്യമാണോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്? ആ കളക്ഷൻ എല്ലാം കാണിച്ചോളൂ. തെയ്യം ഡിസൈൻ, ഇതൊക്കെ എന്താ വില? ഇതിൽ റെഡ് വരില്ലേ തെയ്യം? കഴിഞ്ഞോ? തീർന്നു പോയോ? അപ്പൊ ഇനി വരില്ലേ? ഗ്രീൻ ആൻഡ് ടിഷ്യൂല ഇതൊക്കെ 1000 എത്ര പറഞ്ഞേ? 1020. അത് പിന്നെ 820 ഒക്കെ ആവുള്ളൂ. ഓക്കെ, പുതിയതായിട്ട് വന്ന പാറ്റേൺ ആണ് ഞാൻ നോക്കുന്നത്. ആ തെയ്യത്തിന്റെ ഒരു മെറൂണിഷ് വൈൻ കളർ. ഇതെല്ലാം ഒരു 800 സംതിങ് ആവുള്ളൂ കേട്ടോ. ടിഷ്യൂ ടൈപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലതായിരിക്കും. ഞാൻ വലിയൊരു ടിഷ്യൂ ഫാൻ അല്ല, എങ്കിലും ചിലപ്പോൾ ഒക്കെ 1-2 ഒക്കെ എടുക്കാറുണ്ട്. ഇത് ടിഷ്യൂ ആൻഡ് റെഡ് ലൈനും. ആ ഇത് കൊള്ളാം, കുറച്ച് ഗ്രാൻഡാണ്. ബോഡിയിൽ ലൈനും ഉണ്ട്, ടിഷ്യൂ ആണ് മെറ്റീരിയൽ, പ്ലസ് റെഡ് നല്ല എടുത്ത് കാണിക്കുന്ന കളറാണ്. ഇറ്റ്സ് നൈസ്. കുഞ്ചലം ഉണ്ട്. ഇത് അതേ വിലയാണോ? ഓക്കെ, 800 സംതിങ്. അതിൻ്റെ തന്നെ ബ്ലൂ ടിഷ്യൂല, റോയൽ ബ്ലൂ. ഇങ്ങനെ ബ്ലാക്ക് എപ്പോഴും ഒരു അട്രാക്റ്റീവ് കളർ തന്നെയാണ്. എന്ത് പറഞ്ഞാലും ഇങ്ങനെ പോകുന്നു കളക്ഷൻ ടിഷ്യൂവിൻ്റെ. ഇത് വൈൻ കളർ. ഇതൊരു പച്ച, ഓൾറെഡി ഇങ്ങനത്തെ ഡിസൈൻ ഉണ്ട്, മൾട്ടി കളർ. ഇത് എക്സ്ക്ലൂസീവ് പച്ച, ടെമ്പിൾ ടിഷ്യൂലുള്ള കാര്യങ്ങളാണ്. യെസ്, ഇങ്ങനെ വരുന്നു. ഇത് ബ്ലാക്ക്, ഇത് ഗ്രീൻ, പിന്നെ ഇതൊരു വൈൻ കളർ, അത് തെയ്യം. ഇത് അതേ സാധനം ഇത് കണ്ടില്ലേ, റെഡ്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആ ഒരു ഫ്ലവറിൻ്റെ. പിന്നെന്താ പറയുക, ഈ റെഡ് ഇതിപ്പോൾ ഞാൻ മാറ്റാൻ പോണു. പിന്നെ ഇതിൻ്റെ അതെ ലീഫ് നല്ലതാണ്. പിന്നെ ഇത് തെയ്യം തന്നെ, കുറച്ചുകൂടെ ഡാർക്ക്. ഇതൊക്കെയാണ് കളക്ഷൻ. ഇങ്ങനെ അതായത് ഇതിൽ തന്നെ നോക്കൂ. ഓ ഇതും ഉണ്ടല്ലേ, ടിഷ്യൂവിൻ്റെ പോൾക്ക. കുഞ്ചലമൊക്കെ ആയിട്ട് ഇത് കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നൈസ്, പെട്ടെന്നൊരു അട്രാക്ഷൻ. പോൾക്കോ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ദിസ് വൺ ഇസ് ഓൾസോ വെരി നൈസ്. എല്ലാം ചുമപ്പ
കറങ്ങി കറങ്ങി റെഡിനടുത്താണ് വന്ന് കളിക്കുന്നത്. ഞാൻ കൊള്ളാം. ഇതൊക്കെ എന്താ വില? അപ്പോൾ ഡിസ്കൗണ്ട് 880. ഓക്കെ, മനസ്സിലായി. മൾട്ടി കളർ. ഇത് മൾട്ടി കളറിൽ വരുന്നത്. ഇപ്പോൾ ഇത് നോക്കിയേ, 850 ആവുള്ളൂ ആഫ്റ്റർ ഡിസ്കൗണ്ട്. സാരിയാണ് ഇത്, കസവുള്ള സാരി, സെറ്റ് സാരി. ഇറ്റ്സ് നൈസ്. അതിന് തന്നെ വേറൊരു കളറ് കോമ്പിനേഷൻ. $880 നല്ല ലാഭം തന്നെയാണ്. വെളിയില ഓൺലൈനിൽ തന്നെ പല ആൾക്കാരും 1850 സെല് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതതിൻ്റെ വേറെ മോഡല്. ഓക്കെ, ഡിഫറെൻറ്റ് കളർ വിത്ത് ബ്ലൗസ് അല്ലേ? സൂര്യകാന്തി ഡിഫറെൻ്റ് ആയിട്ട് വരുന്നു. ഇതൊക്കെ അത് തന്നെയല്ലേ വില? സെയിം 850 തന്നെയാണ്. പിന്നെ വേറെ ഇതൊക്കെയാണ്. ഇതിപ്പോൾ ടിഷ്യൂ അല്ലേ? ഓക്കെ, പുതിയൊരു തെയ്യമുണ്ട്. ഇത് സ്ട്രൈപ്സ്. ഇത് അതിലും കുറവാന്ന് തോന്നുന്നു അല്ലേ വില? 975. അല്ല, അതിൽ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ 780 ആവുള്ളൂ. ഇത് ടിഷ്യൂ ആണ് വിത്ത് ഗോൾഡൻ ലൈൻസ് ആൻഡ് തെയ്യം സാരി. ഇതിനിപ്പോൾ ഭയങ്കര ഡിമാൻഡുള്ള സാരിയാണ് തോന്നുന്നു അല്ലേ? പോയി, എല്ലാം പോയി, പെട്ടെന്ന് തന്നെ പോയി. ഇതൊരു 750 ആവുള്ളൂ അല്ലേ? അത് 750. ആഫ്റ്റർ ഡിസ്കൗണ്ട് 750. തെയ്യം സാരി. ടെമ്പിളിൻ്റെ ലീഫ് പാറ്റേൺ സാരിയാണ്. ബോത്ത് സൈഡ്സ് ബോർഡർ. കസവ് സാരി. ഇതിന് വിത്ത് ബ്ലൗസാ? റണ്ണിങ്. അപ്പൊ ഇതിന്റെ കയ്യിൽ ഇങ്ങനെ വരുമോ? വരില്ല, കോടിയായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. ഇത് കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ബോഡി ഫുൾ ഡിസൈൻ. നൈസ് സാരിയാണേ. ബോർഡർ നോക്കിയേ, ആഹാ, ബ്യൂട്ടിഫുൾ, വെരി നൈസ്. ഇതതിൻ്റെ മുന്താണിയിൽ വരും, അവിടെ കസവ്. ആഹാ, ഇത് കൊള്ളാം. ഇത് എല്ലായിടത്തും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുമോ ലൈൻസ്? ഇത് ബോർഡർ മൊത്തം ഇതിങ്ങനെ. ഓക്കെ, ഇത് കൊള്ളാം കേട്ടോ, പല പല കളറിലുണ്ട്. 695 ഉള്ളൂ. അത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണോ? അപ്പൊ എത്ര വരും? അപ്പൊ പിന്നെയും കുറയും. അപ്പൊ 560 രൂപയുള്ളൂ ഈ സാരിക്ക്. 560. അപ്പൊ ഈ സാരിക്കോ? ഇത് 1260. ഓക്കെ, അത് കുറച്ചുകൂടെ കൂടും. 1200. ഫുൾ ഡിസൈൻ 1200 സംതിങ്. ഇത് ഞാൻ നേരത്തെ എടുത്ത പോലത്തെ അതിന്റെ ബ്ലൂ ആണ്. ഇതിന്റെ ഗ്രീന് അല്ല, ബ്ലൂ. ഇതിന്റെ ഗ്രീൻ. ഇതിന്റെ ബ്ലൂ ആൻഡ് ബോർഡർ വരുമ്പോൾ കുറച്ച് ഗ്രീനും കൂടെ കയറുന്നു. നോക്കിയേ, ഡിഫറെന്റ് ഷെയ്ഡ്. 1200 ആണേ. 1200 ആഫ്റ്റർ ഡിസ്കൗണ്ട് വരുന്നത്. ഇതും അത് തന്നെ, സെയിം, വേറെ കളർ, അത്രേ ഉള്ളൂ. നമ്മളിത് നേരത്തെ കണ്ടതാ, ഞാനിത് അങ്ങോട്ട് മാറ്റി വെച്ചു. 560 രൂപയുടെ ബ്യൂട്ടിഫുൾ സാരി, നൈസ്. ഇതിൻ്റെ തന്നെ മെറൂൺ, ഗ്രീൻ, പിന്നെ കോഫി ബ്രൗൺ. ഓക്കെ, കൊള്ളാല്ലേ, നല്ലത്. എത്ര കറക്റ്റ്? 560 ഒരു സാരിക്ക്. 560. ഇങ്ങനത്തെ എന്ത് നല്ലത്. ഭയങ്കര ലാഭം, പറയാതിരിക്കാൻ വയ്യ. എൻ്റെ അമ്മേ, നൈസ്. ഹാൻഡ്ലൂം, പ്യുവർ കോട്ടൺ. പിന്നെ ഇത് ചെക്സ്, നല്ല സാരി, നൈസ് കളർ കോമ്പിനേഷൻ. വേറെ കളേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ, മുന്താണിയാണേ. ഇതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എത്രയാവും? 950 ഉള്ളി ആഫ്റ്റർ ഡിസ്കൗണ്ട്. ചെക്സ് ആണ്. നൈസ്, ഓറഞ്ചും ബ്ലൂവും. അയ്യടാ, കൊള്ളാല്ലേ, നൈസ്. ഒരു 950 അടിപൊളി സാരി, സെറ്റ് സാരി, ഭയങ്കര ഭംഗി കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇതതിൻ്റെ പ്ലെയിൻ. വേറെ
ഒരു സൈഡ് വീതി കൂടിയ ബോർഡറും ഒരു സൈഡിലെ സിമ്പിൾ ബോർഡറും. നോക്കിയേ, 1050 സിമ്പിൾ. അതായത് ഇതിങ്ങനെ വരും അല്ലേ, ഈ ബോർഡറിന്റെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഫ്ലീറ്റ് ഇട്ട് വെക്കുമ്പോൾ ഫ്രണ്ട് പോർഷനിൽ ഈ കസവ് വരും, കുറച്ച് വീതിയുള്ള ഭാഗം. ഇത് വീതി കുറഞ്ഞ ഭാഗം. അപ്പോൾ ഉടുക്കുമ്പോൾ നല്ലതായിരിക്കും. ഇതൊക്കെ എത്രയാണ് പറഞ്ഞേ? 840 ഉള്ളി. ഞാൻ ഒന്ന് നോക്കട്ടെ കണ്ണാടി. ഇത് പ്ലെയിൻ അല്ലേ, ടിഷ്യൂ അല്ലല്ലോ? നോർമൽ. ഓക്കെ, ചെക്ക്. ഇത് ടിഷ്യൂ എങ്കിലും അത് 850 രൂപയ്ക്ക് ഈ ടിഷ്യൂ ഭയങ്കര നല്ലതാണ്. 146. പോൾക്ക. ഓ അത് ശരി, ഇത് എംബ്രോയിഡറി. ഇതൊക്കെ ടിഷ്യൂ ആണേ. ഇതേ നോക്കിക്കോളൂ. ബോഡിയിൽ നല്ല ഭംഗിയുണ്ട്. ഇത് ടിഷ്യൂലാണ്, പക്ഷെ ഇത് എംബ്രോയിഡറി ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇത് പ്രിന്റ് അല്ല. ഇതൊക്കെ എന്താ വില? അപ്പോൾ 920 ഈ സാരീസ്. ഇത് എംബ്രോയിഡറി ചെയ്ത് വെച്ചിരിക്കുകയാണ്, പ്രിന്റ് അല്ല, ടിഷ്യൂ ആണ്. അതിൻ്റെ റെഡ്. ഓക്കെ, പെയിലായിട്ട് നമ്മുടെ വാഴയിലയുടെ കളറ്. ബ്ലാക്ക്. ബ്ലാക്ക്. പിന്നെ ഇത് റെഡ്. എല്ലാ നിറവും ഉണ്ട്. നോക്കിക്കോളൂ. ഇത് നോക്കിക്കോളൂ. താമര. കുറെ കളക്ഷൻസ് ഉണ്ട് താമര ഡിസൈനിൽ സാരീസ്. ടിഷ്യൂ ആണ്. ബോഡിയിലും ഉണ്ട് അല്ലേ? നോക്കട്ടെ, ഫുള്ളുണ്ടോ അതോ സ്കാറ്റേർഡ്? വലിയ ഒരുപാടില്ലെങ്കിലും കുറേ ഉണ്ട്. ഉണ്ട്. ഓക്കെ, അത്യാവശ്യം ഉണ്ട്. ഇതിനെന്താ പ്രൈസ്? 1130. 930 ഒക്കെ ആകും ആഫ്റ്റർ ഡിസ്കൗണ്ട്. അതിൻ്റെ തന്നെ ഇത് പച്ച പോലെ ഒരു എന്ത് വെച്ച ഇത് ഡാർക്ക് ഗ്രീൻ. അയ്യോ, ഇത് കുറച്ചുകൂടെ കിളിപ്പച്ച എന്ന് പറയാം. അങ്ങനത്തെ കുറേ കളേഴ്സ്. ഇത് കൊള്ളാം, നല്ല 950 ആ റേഞ്ചാണ് ആഫ്റ്റർ ഡിസ്കൗണ്ട്. ദിസ് ഇസ് 1. ഇതൊക്കെ സാരീസാണ്. ഇത് 2, 3 കളേഴ്സ്. ഇത് മൾട്ടി കളറാണ് അല്ലേ? പിന്നെ ഇത് വൈൻ കളർ പ്ലസ് ഗ്രീൻ. ഓക്കെ, നൈസ്. കൂടിയ ടിഷ്യൂ, നല്ല വർക്ക് ചെയ്ത്. നമ്മുടെ എക്സ്പെൻസീവ് ആണ്. ഇത് കുറച്ച് ഹാൻഡ്ലൂം ടിഷ്യൂ ആണ്. ഓക്കെ, 9670 തെയ്യം. ഇത് ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ അറിയാലോ, വീവ് ചെയ്തെടുക്കുന്ന. അത് മെഷീൻ ലൂം അല്ല അല്ലേ, ഹാൻഡ്ലൂം. അതുകൊണ്ടാണ് വില കൂടുന്നത്. ഇത് സെക്കൻഡ് ക്വാളിറ്റി കസവാണെങ്കിലും നല്ല കസവാണിത്. ബ്യൂട്ടിഫുൾ. 9000 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ്. കൂടുതൽ ആൾക്കാർക്ക് അത്ര ഒരുപാട് എക്സ്പെൻസീവ് വേണ്ടല്ലോ, വേണം എന്നുള്ളവർ ചോദിച്ചിട്ട് സെപ്പറേറ്റ് കൊടുക്കുന്നു. ഇത് ആ കാറ്റഗറിയാണ് അല്ലേ? ഓ, ഇത് നല്ല ഭംഗി കേട്ടോ. ഈ ലോട്ടസിൻ്റെ വേറെ കോമ്പിനേഷനുണ്ട്. ഓക്കെ, ഇത് 8175 വിത്തൗട്ട് ഡിസ്കൗണ്ട് അല്ലേ? എത്ര വരും? 6500 ആവും ഡിസ്കൗണ്ട് എല്ലാം കഴിയുമ്പോൾ. 8175 ഒറിജിനൽ പ്രൈസ്. ആഫ്റ്റർ ഡിസ്കൗണ്ട് 6000 സംതിങ് ആവും. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ഇത് ഹാൻഡ്ലൂം ടിഷ്യൂ. നൈസ് സാരി. ലോട്ടസ് കോട്ടൺ. ഇത് ലോട്ടസിന്റെ കോട്ടൺ. ഇതൊക്കെ വില കുറച്ചുകൂടെ കുറയും അല്ലേ? അതെ. ഇത് ഹാൻഡ്ലൂം തന്നെയാണ് അല്ലേ? പ്യുവർ ഹാൻഡ്ലൂം ഇൻ കോട്ടൺ. 5775 റിയൽ പ്രൈസ്. ആഫ്റ്റർ ഡിസ്കൗണ്ട് ചെയ്ത് നോക്കിയേ, എല്ലാം കുഞ്ഞു മോട്ടീവ്സ് കണ്ടോ? ഇത് കസവിൻ്റെ താമര. ഇതതിൻ്റെ മുന്താണി പാർട്ട്. അതൊരു 4000 സംതിങ് ആവും അല്ലേ ആഫ്റ്റർ ഡിസ്കൗണ്ട്? ഓ, ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. പ്യുവർ ടിഷ്യൂ 13,500 ടിഷ്യൂ. ഹാൻഡ്ലൂം ടിഷ്യൂ പ്യുവർ. ഗോപുരം 13,500. അത് കുറയുമ്പോൾ ഒരു 10,700 ആവും. 10,800 ആകും. ഇത് ആന കളർ എലിഫന്റ്. ഇതൊക്കെ വീവ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഹാൻഡ്ലൂമാണ്. ഇതേ നോക്കിയേ, ത്രെഡ് വർക്ക്, കസവ് ത്രെഡിൽ ചെയ്തിരിക്കും. ടെമ്പിൾ ബോർഡറും ആനക്കുട്ടി. ഇതെന്താ വില? ഇത് 11,535. ആഫ്റ്റർ ഡിസ്കൗണ്ട് ഒരു 9,000 സംതിങ് ആവും. കോപ്പറിൽ 7350. പക്ഷെ 5,000 സംതിങ് ആവും ആഫ്റ്റർ ഡിസ്കൗണ്ട്. കോപ്പറിലെ ഹാൻഡ്ലൂംസ്. ഇതെല്ലാം പവർ ലൂം അല്ല, ഇതെല്ലാം ഹാൻഡ്ലൂമാണ് ഈ കാണിക്കുന്നത്. അത് കുറച്ചുകൂടെ കോസ്റ്റ് വരുന്നത് അങ്ങനെയാണ്. ഇത് നോക്കിയാൽ ചെക്ക് പാറ്റേൺ കസവ്. ഇതിന് വില
6525 പോയിട്ട് ഏകദേശം ഒരു 5300 ആവുള്ളൂ. ഓക്കെ, ഇത് ഹാൻഡ്ലൂമിന്റെ കുഞ്ചലൊക്കെ ആയിട്ട്. യെസ്, 6000 സംതിങ് ആണ്. റിയൽ ഹാൻഡ്ലൂമാണിത്. പക്ഷെ ഇവിടെ ആയതുകൊണ്ടാണ് ഈ റിയൽ ഹാൻഡ്ലൂമിനും ഇത്ര വിലക്കുറവ്. 6000, ഇതൊരു 5000 സംതിങ് ആവുള്ളൂ ആഫ്റ്റർ ഡിസ്കൗണ്ട്. പിന്നെ ഇതെന്താവോ, സിൽവർ ടെമ്പിൾ ഹാൻഡ്ലൂം, പ്യുർ ഹാൻഡ്ലൂമാണ്, ടെമ്പിൾ വർക്ക്. ഇതിൻ്റെ വിലയായിട്ട് പറഞ്ഞാൽ 6225 ആഫ്റ്റർ ഡിസ്കൗണ്ട്. 4000, അത് ഓൾമോസ്റ്റ് 5000, 4950. പ്യുവർ ആണ് കേട്ടോ, ഇതൊക്കെ പ്യുവർ ഹാൻഡ്ലൂം. നൈസ് സിൽവർ. നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ? ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എല്ലാ വർഷവും ഇവർക്ക് കളക്ഷൻസ് വിഷുവിനും ഓണത്തിനും വരുന്ന സ്ഥലം തന്നെയാണ്. അതാണ് ഓടി ഇവിടെ വരുന്നത്. ഈ കളക്ഷൻ ഒരുപാടുണ്ടെന്ന് മാത്രമല്ല നല്ല ലാഭം. ഇത് പിന്നെ എടുക്കുന്നത്. എൻ്റെ അമ്മയെ എനിക്ക് വയ്യ. ഇതൊക്കെ ഹാൻഡ്ലൂമാ? ഓ, 6390, ഒരു 5000 ഒക്കെ ആവും, 4900 ഒക്കെ ആയിരിക്കും. നോക്കാം, ഇതെല്ലാം ത്രെഡ് ഹാൻഡ്ലൂമിലാണ്. 5000-നകത്ത് 4900 ഒക്കെ. ഹായ്. ഓക്കെ, നൈസ്. ഇത് പല്ലു ഡിസൈൻ. ബാക്കി മോട്ടീവ്സ് നോക്കി, ബട്ടർഫ്ലൈസ്, ഓൾ ഗോൾഡൻ ബട്ടർഫ്ലൈസ്, ഗോൾഡൻ ത്രെഡ് ആണ്. കസവിലെ പൂക്കളും ബട്ടർഫ്ലൈസും എല്ലാം ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സാരി. അഗൈൻ ദിസ് ഇസ് ഓൾസോ നൈസ്. യു ഹാവ് വെരി ഗുഡ് കളക്ഷൻ ദിസ് സൈഡ്. ഓക്കെ, ഇവരുടെ ഗോഡൗണിൽ കയറി പറ്റിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് സാരീസും ഉണ്ട്, ഹാൻഡ്ലൂം സാരീസ്. അത് ഞാൻ വെറുതെ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഇതൊരു എന്താ കളർ ഇതിന് പറയുന്നത്, മാമ്പഴത്തിൻ്റെ കളർ. ഓക്കെ, ഇതൊക്കെ 1980. അത് ഡിസ്കൗണ്ട് ഉണ്ടോ? അതാണോ? 1580 വരും. പക്ഷെ ഇതൊക്കെ കടയിലൊക്കെ ഭയങ്കര വിലയാണല്ലോ ഇങ്ങനത്തെ സാരീസ്. മറ്റേ ഷോറൂംസിൽ പോയാൽ ഭയങ്കര വിലയാണ്. നൈസ്, ഡിസ്കൗണ്ട് ഉണ്ട്. ഇവർക്ക് ഭയങ്കര ഡിസ്കൗണ്ടാണ്. 1400 സംതിങ്ങേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെയെല്ലാം 2500 അങ്ങനെ ആണ് വില എന്ന് പറയുന്നത്. ബാക്കി കടകളിലൊക്കെ സിംഗിൾ. ഇതിൻ്റെ തന്നെ പല കളേഴ്സാണ്. ഇത് മതി. ഇത് അതൊക്കെ ലൈറ്റ് ഷെയ്ഡ്സ് അല്ലേ? എല്ലാം ഉണ്ട് കേട്ടോ. ഗ്രേ, എല്ലാവർക്കും ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവരും ഉണ്ടല്ലോ. ഇതെല്ലാം ഒരു 1500 രൂപയ്ക്ക് കിട്ടും കേട്ടോ. 1400 സംതിങ്ങിന്. ഇത് മുന്താണി. ഇതതിൻ്റെ ബൂട്ടാസ് ഒക്കെ ഉണ്ട്. ഇത് പ്യുർ ഹാൻഡ്ലൂം അല്ലേ? നല്ല കോട്ടൺ, പ്യുർ കോട്ടൺ ഹാൻഡ്ലൂം. മിക്സിങ് ഒന്നുമില്ല. ഇതുള്ള നല്ല ഭംഗി കേട്ടോ ഈ സാരി. ഇതിൻ്റെ ഇങ്ങനെ ബോർഡറും ഒക്കെ ആയിട്ട്. ആഷ് കളർ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരില്ലേ? ഇതതിൻ്റെ ഗ്രീൻ. ഇതുള്ള ഡബിൾ ഷെയ്ഡാണോ ഇത്? ഓക്കെ, ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ മിക്സായി വരുന്നു, ഡബിൾ ഷെയ്ഡ്. മുന്താണിയിലൊക്കെ ഭയങ്കര വർക്കാ. ഇത് ത്രെഡാണോ? ഓ, ഫ്രണ്ടല്ല, ത്രെഡ് വർക്ക്. ഇറ്റ്സ് നൈസ്. കണ്ടോ, മുന്താണിയിൽ പേർപ്പിൾ വയലറ്റ്. ഇത് നല്ല സാരി. ഇതൊക്കെ അത് തന്നെ വില? അപ്പോൾ ആഫ്റ്റർ 1680 ആ റേഞ്ചിൽ. ഇത് നല്ലത് കേട്ടോ. ഇതിൻ്റെ തന്നെ ബ്ലൂ, ഡബിൾ ഷെയ്ഡ് ബ്ലൂ ആൻഡ് ഈ കളറിൻ്റെ പേരെന്താ പറയുക, ലാവൻഡറോ പേർപ്പിളോ? പേർപ്പിൾ ആൻഡ് ബ്ലൂ. അതിനകത്തൊരു യെല്ലോ ഷെയ്ഡും കൂടി ഉണ്ട്. അതാണ് ഈ മുന്താണിയിൽ ഇതിലിങ്ങനെ വരുന്നത്. ഇത് നെയ്തെടുക്കുമ്പോൾ 2 തരം നൂലിട്ട് ചെയ്യുന്നുണ്ട്. 2 അല്ല, ഇതിൽ 3 തരം ഉണ്ടല്ലോ. നൈസ്, അഗൈൻ നൈസ്. 1600 ആയിട്ട് വരും അല്ലേ ഡിസ്കൗണ്ട് കഴിഞ്ഞ്? 1680. ഓ, ഗോൾഡൻ മെറൂൺ ആൻഡ് മജന്ത, പത്ര കളേഴ്സ്. ഇതെല്ലാം ഹാൻഡ്ലൂമാണ്. അതെൻ്റെ മുന്താണി. ഓ, നൈസ്, കൊള്ളാട്ടോ. അല്ലെങ്കിൽ ഓഫീസ് വെയറിങ്, കോളേജിലൊക്കെ ടീച്ചേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയല്ല പിന്നെ ഉപയോഗിക്കുന്ന കോട്ടൺ. എനിക്കിഷ്ടമാണ് കോട്ടൺ. അതെന്താ ഇത് വൈറ്റ് നല്ലതല്ലേ? വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വാവ്, നൈസ്. ഇത് ഭയങ്കര ഭംഗി കേട്ടോ. അയ്യോ, സിമ്പിൾ പക്ഷേ ബ്യൂട്ടിഫുൾ സാരി. ഹാൻഡ്ലൂം വൈറ്റ്. ഇത് അതേ വിലയാ? 1600. അതിൻ്റെ ബോർഡറൊക്കെ നോക്കിയേ. ഇത് മുന്താണിയാണ്. ഇത് അതും കുറേ വർക്ക്. ബോഡിയിൽ അവിടെ ഇങ്ങനെ വരും അല്ലേ? വരുന്നുണ്ട്. റണ്ണിങ്ങിലുണ്ടല്ലേ? ഫുള്ളായിട്ടുണ്ട്. നല്ല ഓക്കെ. എന്താ ഭംഗി. 2100. നോക്കിയേ, നൈസ് നൈസ് നൈസ്. സിമ്പിൾ. പക്ഷെ അതിൻ്റെ തന്നെ പല പ്രിൻ്റാണ്. പല. ഇത് ഒരു എന്താണ് ലീഫിൻ്റെ. ഇത് ലീഫ്. അതെന്തായിരുന്നു പൂ? അത് പീക്കോക്കോ? മോട്ടിഫോസ്. അത് തന്നെ പീക്കോക്ക് ആയിരുന്നു. ഇത്
ഇതൊക്കെ കൈ കൊണ്ടുള്ള വർക്കാണ്, അതായത് ഹാൻഡ് വർക്ക്, നെയ്തെടുക്കുന്നതാണ്, ത്രെഡാണ്. അതുകൊണ്ടാണ് 1600 ആകുന്നത്. പക്ഷെ ഇതൊന്നും കടയിലൊന്നും ആ വിലയ്ക്ക് കിട്ടില്ല അല്ലേ, ഷോറൂംസിൽ. ഉണ്ടോ ലീഫ്, എന്ത് ഭംഗി, നൈസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ സാരി. പക്ഷെ എനിക്ക് വൈറ്റ് എടുത്തു പറയാൻ തോന്നുന്നു, കാര്യം അത് ഭയങ്കര ഒരു ക്യൂട്ട് ഒരു സാരി. വൈറ്റ്, എനിക്ക് വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ്. ഡാർക്ക് ഷെയ്ഡ്സ് ഇഷ്ടമുള്ള ആൾ തന്നെയാണ്, പക്ഷെ എനിക്ക് വൈറ്റിനോട് ഒരു പ്രത്യേക സ്നേഹമാണ്. നിങ്ങൾ എന്നെ പ്രേരിപ്പിക്കുന്നു, പ്രലോഭിപ്പിക്കുന്നു, എൻ്റെ അമ്മേ, ഇതെല്ലാം കൂടെ കണ്ട് ഞാൻ അറിയാതെ പേടിച്ചു. എൻ്റെ ഇഷ്ടപ്പെട്ട മേഖലയാണ് ഇതെല്ലാം. ഇതുണ്ടോ മുന്താണിയുടെ വർക്ക്, അമ്മോ ഇഷ്ടം പോലെ. പക്ഷെ ഇതിൽ ബോഡിയിൽ വേറെ ഒന്നുമില്ല, പിന്നെ രണ്ട് സൈഡിലും നല്ല വീതിയുള്ള വിത്ത് ബ്ലൗസാ. ബ്ലൗസ് എങ്ങനെയാ, റണ്ണിങ് ആണോ? ഓഹോ, ഇത് രണ്ട് സൈഡിലും ഇങ്ങനത്തെ ബോർഡറും. അതറിയില്ല. ബ്ലൗസ് ഒന്ന് കാണിച്ചേ. ഇത് തന്നെയാണ് ബ്ലൗസ് അല്ലേ, റണ്ണിങ്, കയ്യിൽ ഇങ്ങനെ ഇത് വരുന്നത്. ഇതൊക്കെ ഇത് 1500, എല്ലാവരും 1600 കൂട്ടിക്കോളൂ, ആഫ്റ്റർ ഡിസ്കൗണ്ട് അങ്ങനെ വരുന്നത്. ഓക്കെ, ആ റേഞ്ച് കണ്ടു. ഇനി ഏതാണ് എനിക്ക് കാണാനുള്ളത്? ഇതിന് തന്നെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ. സെറ്റ് കൊണ്ടും എല്ലാം കളഞ്ഞിട്ട് വിടാൻ ഇരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗി. ഇത് നോക്കൂ, കിളി, പാരറ്റ്, എല്ലാം ത്രെഡ് വർക്കാണ്. സോ നൈസ്. ഇങ്ങനത്തെ നല്ല കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക്, ഹാൻഡ്ലൂം കോട്ടൺ, ഇത് 1600 രൂപയ്ക്കെല്ലാം ഇത് വാങ്ങാൻ ഇവിടെ കിട്ടും, എല്ലായിടത്തും കിട്ടില്ല കേട്ടോ, അത് ഉറപ്പാണ്. ഇതിൻ്റെ വേറെ ടൈപ്പ് അല്ലേ, ഇത് വേറൊരു പാറ്റേൺ. ഇതൊന്ന് മാറ്റിയേ. ഈ വൈറ്റിൽ ഞാൻ ഏതെടുക്കണം? എന്നാൽ ലീഫ് എടുക്കും നിങ്ങൾ പറഞ്ഞു. പക്ഷെ എനിക്ക് മറ്റതും ഇഷ്ടമായി. അത് അല്ല, രണ്ടും ഒന്ന് ദൂരെ വെച്ച് കാണിച്ചു തരോ? അപ്പോൾ എനിക്ക് കാണുമ്പോൾ എനിക്ക് കുറച്ച് എന്താണെന്ന് ഏകദേശം ഒരു ഉടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള അറിയാനായിട്ട്. ഏതാ നല്ലതെന്ന് പറഞ്ഞേ? ലീഫാണോ അതല്ലേ? കണ്ടാ, പീക്കാക്ക് എന്ന് പറഞ്ഞ കേട്ടോ, പീക്കാക്കല്ലേ നല്ലത്. ഇത് റേറാണ്, ഈ ലീഫ് നല്ല രസമുണ്ട്. പക്ഷെ എനിക്കിത് ഇഷ്ടം, രണ്ടും ഇഷ്ടപ്പെട്ടു. എനിക്ക് രണ്ടും പക്ഷെ പറ്റില്ലല്ലോ. അല്ല, അത് രണ്ടും ഓരോ കാറ്റഗറി സാരിയിൽ വേണ്ട, ഒരു ടൈപ്പ് മതിയായിരുന്നു. അതാണ് കോൺട്രാസ്റ്റ് ഓറഞ്ച് ആൻഡ് ലാവൻഡർ. എൻ്റെ ഇഷ്ടപ്പെട്ട കളേഴ്സ് തന്നെയാണ് എല്ലാം. ഡാർക്ക് ഷെയ്ഡിലേക്ക് നോക്കുമ്പോൾ ഇതുണ്ടോ, ഭയങ്കര നല്ലത്, മെജന്ത ആൻഡ് മൾട്ടി കളറാണ്. ഇത് ഓക്കെ, അതിന് വേറെ കാറ്റഗറി. ഇത് പക്ഷെ ഹാൻഡ്ലൂം ആണോ? അല്ല, പക്ഷെ ആണ്, പക്ഷെ ഇതിലെന്തോ ഒരു വ്യത്യാസം. മെറ്റീരിയൽ കുറച്ചുകൂടെ സോഫ്റ്റർ ആണല്ലോ. കളർ രസോ അങ്ങനെയുണ്ടോ? മൾട്ടി കളർ, ഇത് പല പല കളേഴ്സിലാണ് മിക്സ് ആയത്. ഓക്കെ, ഇത്രയും കളേഴ്സ് ആണ്. ഇതെന്നെ മുന്താണിയാണ്. ഈ കളേഴ്സ് എല്ലാം അതിലിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്കിത് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്, പോയിച്ചെൻ്റെ അമ്മയ്ക്ക്. ഇത് മാനുണ്ട്. അയ്യോ, ഇത് ഗ്രേ ആണേ, ഗ്രേ കളർ. ഇത് ഓക്കെ, ഡിയർ, എല്ലാം നൂലാണ്. എൻ്റെ മുന്താണി നോക്കിയേ. ഇത് ഗ്രേ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ. ഞാൻ ഒരു ഗ്രേ ഫാൻ അല്ല, പക്ഷെ ഒരുപാട് പേർക്ക് ഗ്രേ ഇഷ്ടമുള്ളവരുണ്ട്. എന്തത്? പ്യൂർ കോട്ടൺ. ഓക്കെ, എന്ത് ഡിസൈൻ ഇത്? പോച്ചമ്പള്ളി അല്ലേ? അതന്നെ, എനിക്കതാണ് ഞാൻ അവിടെ നോക്കിയപ്പോൾ ഒരു കളർ കണ്ടത്. പോച്ചമ്പള്ളി കോട്ടൺ ആണിത്. ഇത് ഹാൻഡ്ലൂം അല്ല, പ്യൂർ കോട്ടൺ. ഇതെന്താ വില? 970. ഓ, 900, ദാറ്റ് ഈസ് ബിലോ 1000. അത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ 750. അത് കൊള്ളാലോ, നൈസ്, നല്ല ഭംഗിയുണ്ട്. റെഡ്, പച്ച ബോർഡർ. ഇത് ഹാൻഡ്ലൂം അല്ല, പ്യൂർ കോട്ടൺ, പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ മുന്താണി ഇതേ പച്ച ആൻഡ് ബ്ലൂ. ഓക്കെ, ഇത് മാറ്റാം, വൈറ്റിൻ്റെ ഒരെണ്ണം മാറ്റാം. അതിൻ്റെ തന്നെ പല പല കളേഴ്സാണിത്. പിങ്ക്, ഇത് സ്റ്റാർച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? സ്റ്റാർച്ചബിൾ. ബ്ലൂ ആൻഡ് ഇതാണ് ഞാൻ ആദ്യം കണ്ടത് എൻ്റെ കണ്ണിൽ. ബ്ലൗസ്, ഇത് റണ്ണിങ്ങാ ബ്ലൗസ്? ബ്ലൂ ആൻഡ് ഇത് കൊള്ളാം, നൈസ്. ബ്ലൗസ് ഏതാ? ഓ, അതന്നെ, ഇത് ബ്ലൗസ് അല്ലേ? ഓ, ഇതും കൂടെ മാറ്റിക്കോളൂ. പിങ്ക് 3 എടുത്തേ. ഇത് 3, ഒരു വൈറ്റ്,
പ്യൂർ കോട്ടൺ തന്നെ. ആ പിന്നെന്താ വ്യത്യാസം? ഇവിടെ മാത്രമേ ഉള്ളൂ, ഡിസൈൻ ഒന്നുമില്ല, പ്ലെയിൻ. രണ്ട് കളറ് അങ്ങനെയല്ലേ പറയുന്നേ? കോട്ടൺ. കോട്ടണിൽ രണ്ട് കളറിലെ ഇത് ബോർഡർ വരുമ്പോ ഓക്കെ. ഇത് രണ്ട് കളർ. ഇതിനെന്താ വില? ഇത് ഭയങ്കര വിലക്കുറവാ. അയ്യോ എന്തോ ഇത്. എന്റെ ഫേവറേറ്റ് കളേഴ്സ് ആണത്. സോ ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് പ്യുവർ കോട്ടൺ കേട്ടോ, അല്ലേ? പ്യുവർ കോട്ടൺ, അല്ല ഒന്നാം തരം കോട്ടൺ. അത് ഡബിൾ ഷെയ്ഡ്. അത് വേണ്ട, വേണ്ട. ഓ മാമ്പഴത്തിന്റെ നിറം. എൻ്റെ അമ്മേ, ഇതിന്റെ കാര്യം കഷ്ടമാവുമല്ലോ. ഇതും അതുപോലെ രണ്ട് ഡിഫറെന്റ്. ഓക്കെ, അത് വേണ്ട. 770 അല്ലേ? ഒരു 770 രൂപയൊക്കെ ആവണുള്ളൂ ഇത് ആഫ്റ്റർ ഡിസ്കൗണ്ട്. എനിക്ക് വിശ്വസിക്കാൻ വയ്യ അത്രയും വിലക്കുറവിൽ ഇങ്ങനെ നല്ല സാരി, കോട്ടൺ സാരി കിട്ടുന്നത്. ഇതൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ. അതിന്റെ ബ്ലൗസ് ഇതായിരിക്കും അല്ലേ? ഇത് സാരി മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. എനിക്ക് വൈറ്റിലാണ് കൺഫ്യൂഷൻ വന്നത്, ഏത് വേണം എന്നുള്ളതിനെ കുറിച്ചാ. നമ്മൾ അവസാനം ഞാൻ കണ്ണാടിയിൽ വെച്ച് നോക്കാം, അപ്പൊ എനിക്ക് ഏകദേശം ഐഡിയ. വേറെ ഗോഡൌണിൽ കയറി ആക്രമിച്ചിരിക്കും. ഇതാണോ ഇടുമ്പോ നല്ലതെന്ന് നോക്കുക. ഇത് മതി. എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രിയായി. ഏതാണ്ട് വൈകുന്നേരം വന്നതാണ്. നോക്കി പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. മഴ, സൂപ്പർ മഴ. ആഹാ, നല്ല മനോഹരമായ ഒരു കാഴ്ച. ഈ സ്ട്രീറ്റ് കംപ്ലീറ്റ് ഹാൻഡ്ലൂം ഷോപ്സ് ആണ്. പക്ഷെ എൻ്റെ പിക്ക് ഇതാണല്ലോ, ഞാൻ എപ്പോഴും വരുന്നത് ഇവിടെയാണ്. ഇതാണ് എൻ്റെ സ്ഥലം, കേരള ഹാൻഡ്ലൂം. പക്ഷെ രാത്രി ആയപ്പോൾ ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ സ്ട്രീറ്റ് കുറച്ചുകൂടെ സജീവമായി കഴിഞ്ഞു. ഇതൊക്കെ എന്താ, ബെഡ്ഷീറ്റ്സാ? ഓഹോ, എത്ര ഇതിൻ്റെയാണ്? ഡബിൾ, സിംഗിൾ? ഹാൻഡ്ലൂമാ? മെഷീനാണ്. മീഡിയം. ഓ, ബെഡ്ഷീറ്റ്സ്. ഓക്കെ, ബെഡ്ഷീറ്റ്സും ഒക്കെ കിട്ടും. ഇതൊക്കെ സാരീസ് അല്ലേ? കോട്ടൺ സാരീസ്, ഹാൻഡ്ലൂം കോട്ടൺ സാരീസ്. നൈസ്, കൊള്ളാം. നല്ല കളർ കോമ്പിനേഷൻസ്. ഞാൻ വേറെ കാര്യങ്ങളൊന്നും അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ട്, പിന്നെ ആണുങ്ങൾക്കുള്ള മുണ്ട്, അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ലാസ്റ്റ് ടൈം ഞാൻ കുറച്ച് മേടിച്ചു. ധാവണി സെറ്റൊക്കെ ഉണ്ട്, റെഡിമെയ്ഡ്. ഒന്ന് കാണിച്ചു തരോ? പിന്നെ ഉണ്ടെന്ന്. വലിയ സൈസ് അത് തന്നെ, ടീനേജ് ഗേൾസിനൊക്കെ ഉള്ള. സെമി സ്റ്റിച്ച്ഡ് ആണോ? ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം. ഓ, ഇങ്ങനത്തെ അല്ലേ? ഓക്കെ. ഇതും ബ്ലൗസിന്റെ മെറ്റീരിയൽ, ഇതും പിന്നെ അതിൻ്റെ കൂടെ ഒരു ധാവണിയും വരും. ഇങ്ങനത്തെ ആണ് അല്ലേ? ഇതിന്റെ പല കളേഴ്സ്. പിന്നെ വേറെ എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ? വെറൈറ്റി വേറെ? ധാവണി ഇങ്ങനത്തെ ആണ് കൂടുതലും വരുന്നത് അല്ലേ? മ്യൂറൽ പ്രിന്റ് ധാവണി. ഇതൊന്നും എനിക്ക് ആവശ്യമുള്ളതല്ല, എങ്കിലും ഞാൻ ഒന്ന് കാണാനുള്ള സന്തോഷത്തിലാണ്. ഇതതിൻ്റെ ഈ ധാവണിയാണ്. ഇത് എന്താ പറയുക, ഹാഫ് സാരിയുടെ. ഇതും ബ്ലൗസോ? ഇതിന്റെ ബ്ലൗസ് എന്തായിരിക്കും ഇതിനുള്ളത്? ഈ മ്യൂറലിന്റെ ബ്ലൗസ് ഏതായിരിക്കും? ഇതിന് പ്ലെയിൻ ആണോ? ആ, പ്ലെയിൻ ബ്ലൗസ്. ഓക്കെ, മ്യൂറലൊക്കെ. ഇത് ധാവണി സെറ്റ്. പിന്നെ മുണ്ട് ഡബിൾ ആണോ സിംഗിൾ ആണോ? ആണുങ്ങളുടെ എല്ലാം ഡബിൾ ടൈപ്പ് അല്ലേ? നോക്കട്ടെ, അത് ടൈഗറോ? കടുവ മുണ്ട്. ഇത് ആണുങ്ങൾക്കുള്ളതാ. കടുവകൾ 750 രൂപ മൈനസ് 20% കുറയും. 600 രൂപയ്ക്കാ ഉള്ളത്. ചെണ്ട, കടുവ. ഓ, ഇത് മറ്റേ പുലിക്കളിയുടെ പാറ്റേൺ ആണല്ലോ കംപ്ലീറ്റ്. അതിന്റെ തീമാണല്ലേ, ചെണ്ടയൊക്കെ അടിക്കുന്ന ആൾക്കാര്. കൊള്ളാം. സിൽവർ കസവ്. ഇത് ചെണ്ടയുടെ. ഇങ്ങനെ കുറെ വെറൈറ്റി. ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങളാണ് വരുന്നത്. ഇത് പ്രിന്റഡ്. ഇതൊക്കെ നല്ലതാണ്, കണ്ടല്ലേ? ഇതൊക്കെ ആണുങ്ങളുടെ മുണ്ടാട്ടോ, ചെക്സ് പോലെ, ചെക്കേർഡ്. ഇത് വേറൊരു ഡിസൈൻ. സർഫ് ഗൈസ്, ഫീമെയിൽ അല്ല, മെയിൽ. വൈൻ കളർ. ഇങ്ങനെ കുറെ ഉണ്ട് ഇവിടെ, ഒരുപാടുണ്ട്. പിന്നെ ഞാനത് അധികം ആ മേഖലയിൽ കറക്കുന്നില്ല. കൊള്ളാം, നല്ല കളക്ഷനാണ് കേട്ടോ, എല്ലാം നല്ല കളക്ഷനാണ്. അപ്പം നമ്മളെടുത്ത ടോട്ടൽ കളക്ഷൻ കാണുന്നത് ഞാൻ മേടിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. ഇവിടെ നിന്ന് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, എല്ലാവരും കണ്ടത് തന്നെയാണ്. സിമ്പിൾ വൺസ് ഉണ്ട്. ഇതൊക്കെ സിമ്പിൾ വിത്തൗട്ട് കസവ്. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഇതെല്ലാം എടുത്തു. ആൻഡ്
പിന്നെ എക്സ്ട്രാ എടുത്ത് അതല്ലാതെ എടുത്ത് ഇതാണ് ഇത്. പിന്നെ ഏതായിരുന്നു? അയ്യോ, ഇതിൽ ഇതും ഉണ്ടല്ലോ. ഇതെല്ലാം കസവില്ലാത്ത ആൾക്കാരാണ്. ഓക്കെ, ഇത് ഇത്രയും കസവില്ലാത്ത ആൾക്കാർ. എനി ഒക്കേഷൻ, എനിത്തിങ്, എപ്പോൾ ഏത് ഫംഗ്ഷനും നമുക്ക് കാഷ്വലായിട്ട് വരെ അമ്പലത്തിൽ പോകുമ്പോഴും എവിടെ വേണമെങ്കിലും കൊടുക്കാമല്ലോ. പിന്നെ ഇത് അല്ലാതെ ഇപ്പോഴത്തെ ഒരു ഫാഷൻ ഹാഫ് ആൻഡ് ഹാഫ് പാറ്റേണിൽ സിൽവർ. ഇത് സിൽവറിൻ്റെ തന്നെ നമ്മൾ 2 എടുത്തു അല്ലേ, സിൽവറിൻ്റെ. ഓറഞ്ച് ആൻഡ് ബ്ലൂ ആണ് ഇതെല്ലാം എടുത്തിരിക്കുന്നത്. ഇത് ഗോൾഡൻ കസവ് വരുന്നത് പിങ്ക് ആൻഡ് കോടി കളറ്, അത് പേർപ്പിൾ. ഓക്കെ, ഇത് 2 എടുത്തു. യെസ്, ഇപ്പോഴത്തെ വെറൈറ്റിയിലെടുത്താണ് ഫ്രണ്ടൊക്കെ ഉള്ളത്. കോപ്പർ അങ്ങനെ അധികം ഞാൻ എടുക്കാറില്ലല്ലോ, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് റെഡ് കളർ. അത് പോൾക്കോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പോൾക്കോ ഡോട്ട്സ്. അപ്പം അതുകൊണ്ട് റെഡ് ആൻഡ് പോൾക്കോ ഡോട്ട്സ് കോമ്പിനേഷൻ ഇതെടുത്തു. ആൻഡ് ഇതെപ്പോഴും എടുക്കുന്നതാണ്, എനിക്ക് ഇഷ്ടമാണ്. ഇത് ലൈനുണ്ട്. ഇത് ടിഷ്യൂവിൻ്റെ 2 മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, 2 സാരിയിലേക്ക് കിടക്കുന്നു. സാരിയിൽ ഒരു താമര, പ്യുവർ ഹാൻഡ്ലൂം. ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ്, ഡബിൾ കളർ, പിങ്ക് ആൻഡ് ഗ്രീൻ. യെസ്, പിന്നെ എനിക്കിഷ്ടമായ സാരി വേറെ. ഇത് ബോഡി ഫുൾ ഇത് റെഡ് മോട്ടീവ്സ്, ഫുൾ ഡിസൈൻ, ബ്ലാക്ക് മോഡൽ. ഇത് സാരിയാണ്, സെറ്റ് സാരി ഞാൻ പൊതുവെ കുറവാണ് എടുക്കുന്നത്, സെറ്റ് സാരി. ഇനി നമ്മുടെ സാരി കളക്ഷൻ, കളർ സാരീസ് പ്യുവർ കോട്ടൺ ഹാൻഡ്ലൂം. ഇതെനിക്ക് ബ്യൂട്ടിഫുൾ സാരി എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെല്ലാം കാണിച്ചു തന്നാണ്. അതെടുക്കുന്നു. ഓക്കെ, ദിസ് ഇസ് ബ്യൂട്ടിഫുൾ ഹാൻഡ്ലൂം വർക്ക്. ഇതൊരെണ്ണം എടുത്തു. ഇത് പൂച്ചൻ്റെ അമ്മയ്ക്ക് വേണ്ടി. ഇത് നല്ല ഭംഗി, അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു കളറാണിത്. അത് തന്നെ. പിന്നെന്താ, ഇതെൻ്റെ പോച്ചമ്പള്ളി ഡിസൈൻ കോട്ടൺ പ്യുവർ. അതിൻ്റെ ഈ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കോളേജ് ഡേയ്സിൽ എനിക്കൊരു സാരി ഉണ്ടായിരുന്നു, ഒരു പട്ട് സാരി. ഇതുപോലെ മെജന്ത ആൻഡ് നേവി ബ്ലൂ ബോർഡർ എനിക്ക് ഭയങ്കരമായിട്ട് ചേരുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുമായിരുന്നു. പക്ഷെ ആ സാരി ഇപ്പില്ല, അതുകൊണ്ട് പകരമായിക്കോട്ടെ. ഉണ്ട്, ഞാൻ സിൽക്ക് സാരി മേടിച്ചിട്ടുണ്ട്, അല്ലാണ്ട് നമ്മുടെ യൂഷ്വൽ ക്രേപ്പ് സിൽക്ക്. പിന്നെ അത് പിങ്ക് ആൻഡ് ബ്ലൂ, അതിൻ്റെ തന്നെ വേറൊരു കോമ്പിനേഷൻ. അഗെയിൻ റെഡ് ആൻഡ് ഗ്രീൻ. ഇതൊക്കെ ലൗഡ് കളേഴ്സ് എനിക്കിഷ്ടമാണ്. ഇങ്ങനത്തെ ഗ്രീൻ ആൻഡ് മെജന്ത ആണ് ബോർഡർ. നല്ലൊരു ഓറഞ്ച്, എന്താ പറയുന്നത്, മാമ്പഴത്തിൻ്റെ ഓറഞ്ച് കളർ എന്ന് പറയാം അത്. പിന്നെ ഭംഗി പറഞ്ഞാൽ രക്ഷയില്ലാത്ത ബ്ലൂ, സോ ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ഭയങ്കര ഭംഗി കേട്ടോ. ഇപ്പോൾ ഈ സാരികളെ ഭയങ്കര ഭംഗി, ഈ കോട്ടൺ സാരീസ് ഒരു രക്ഷയില്ലാത്ത ഭംഗി. എനിക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള സാരിയാണിത്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനത്തെ സാരീസ്. ഓക്കെ, അതുകൊണ്ട് ഇതെല്ലാം വാങ്ങിച്ചു. ഓക്കെ, ഇതാണ് ടോട്ടൽ എൻ്റെ ഷോപ്പിംഗ്. കുറേ ഉണ്ട്. എത്ര സാരിയായി? 1 2 3 4 5 6 7 8 സാരി. 8 സാരി കോട്ടൺ. കസവ് സാരി 2, 10. അപ്പോൾ 10. ബാക്കി കുറേ സെറ്റും ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 സെറ്റ് കൊണ്ടു. ഇതിന് നമ്മൾ കൂട്ടിയില്ല, 10 കൂടുതലുണ്ട്. 11 12 13 14 സെറ്റുമുണ്ട്. 14 സെറ്റുമുണ്ട്. 15 എത്രയുണ്ട്? 15 സെറ്റുമുണ്ട്. 15 സെറ്റുമുണ്ടും 8 കോട്ടൺ സാരി, നേരിട്ട് സാരി 2. ഓക്കെ, മതി, ധാരാളമായി. എൻ്റെ അമ്മ ഇതെല്ലാം കൂടെ കുറേ ഉണ്ട്. എൻ്റെ ഹാൻഡ് ബാഗ് മറന്നുപോയി അത്രേ. ഇതും കൊണ്ട് നമുക്ക് ഇറങ്ങാം. അപ്പോൾ മേജറായിട്ടുള്ള ഓണം ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. യാത്ര പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞു, അതുകൊണ്ട് കാറിലിരുന്ന് യാത്ര. ഇന്ന് നിങ്ങളോട് രാത്രിയിൽ യാത്രയില്ല എന്നാണല്ലോ. എന്തായാലും ഈ വീഡിയോ എൻജോയ് ചെയ്തതെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കേരള ഹാൻഡ്ലൂംസ് വന്നാൽ ഈ ടൈപ്പ് ഓഫ് ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു.